മനുഷ്യസേവനത്തിന്റെയും മാധവസേവയുടെയും മഹത്തായ ആദർശവുമായി കേരളം മുഴുവൻ പ്രവർത്തിക്കുന്ന പ്രമുഖ സാമൂഹിക സേവന സംഘടനയായ സേവാഭാരതി ദുരന്തങ്ങളുടെയും മറ്റ് ആവശ്യ മേഖലകളുടെയും മുൻനിരയിൽ പ്രവർത്തന സന്നദ്ധതയോടെ എത്തിച്ചേരുകയും സേവനം പൂർത്തിയാക്കി അവസാനമായി മാത്രം മടങ്ങിവരികയും ചെയ്യുന്ന തന്റെ സേവാഭാവത്തിന് പേരുകേട്ടതാണ്. സംഘടനയുടെ ഗ്രാമവൈഭവം എന്ന ലക്ഷ്യസാക്ഷാത്കാരത്തിനായി കേരളത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും യൂണിറ്റുകൾ രൂപീകരിക്കുന്ന പ്രവൃത്തികളുടെ ഭാഗമായിട്ടാണ് ചടയമംഗലം പഞ്ചായത്ത് തല കമ്മിറ്റിയുടെ രൂപീകരണവും പൊതുയോഗവും നടത്തിയത്. പരിപാടി 2025 ഓഗസ്റ്റ് 9 ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്ക് ചടയമംഗലം കോദണ്ഡരാമൻ ക്ഷേത്ര ട്രസ്റ്റ് ഓഫീസ് പരിസരത്ത് നടന്നു. സ്വാഗതം എ.വി. മനുലാൽ, RSS കണ്ട് ശാരീരിക് പ്രമുഖൻ. അധ്യക്ഷത മുൻ പ്രസിഡന്റ് യോഗേഷ്. ഉദ്ഘാടനം സേവാഭാരതി ജില്ലാ സെക്രട്ടറി സുജിത് പവിത്രേശ്വരം. ആശംസകൾ ആർ. അരുൺ കൃഷ്ണ, RSS കണ്ട് കാര്യവാഹം. ജില്ലാ കോർഡിനേറ്റർ അനീഷ് ചക്കുവള്ളി. ജില്ലാ സമിതി അംഗം അനിൽകുമാർ കടക്കൽ. പുതിയ ഭാരവാഹികൾ പ്രസിഡന്റ് ജയകൃഷ്ണൻ കലഞ്ഞൂർ, സെക്രട്ടറി ജയലാൽ പൂങ്കോട്. സേവാഭാരതിയുടെ നേതൃത്വത്തിൽ ചടയമംഗലം പഞ്ചായത്തിലെ സേവന പ്രവർത്തനങ്ങൾക്ക് പുതിയ ഉണർവ് നൽകിയ പരിപാടിയായി പൊതുയോഗം മാറി. ചെയ്തു തീർക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കൊറോണ സമയത്ത് സേവാഭാരതിയുടെ നേതൃത്വത്തിൽ ചടയമംഗലം പഞ്ചായത്തില് ശുചീകരണ പ്രവർത്തനങ്ങൾ പല ആവർത്തി നടത്തുകയുണ്ടായി. ചടയമംഗലം ജംഗ്ഷനിൽ അന്ന് ഏറ്റവും പ്രധാനം എവിടെ തൊട്ടാലും കൈ കഴുകുക എന്നുള്ളതായിരുന്നു പ്രധാനം. അപ്പൊ കൈ കഴുകാനുള്ള സംവിധാനം ചടയമംഗലം ജംഗ്ഷനിൽ പല ആവശ്യങ്ങൾക്കായി വന്നു പോകുന്നവർക്ക് സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം സേവാഭാരതിയുടെ നേതൃത്വത്തിൽ ചടയമംഗലം ജംഗ്ഷനിൽ സ്ഥാപിച്ചിരുന്നു. അതേപോലെ തന്നെ ഹോമിയോ പ്രതിരോധ ഗുളികകൾ പഞ്ചായത്തിലെ എല്ലാ ഭാഗത്തും വിതരണം ചെയ്യാൻ അന്ന് അവര് സമീപിച്ച സേവാഭാരതിയായിരുന്നു. സേവാഭാരതി പഞ്ചായത്തിന്റെ എല്ലാ ഭാഗത്തും ഹോമിയോ പ്രതിരോധ മരുന്നുകൾ വിതരണം ചെയ്തിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ വാക്സിനേഷൻ ഡ്രൈവ്, കോവിഡ് വാക്സിനേഷൻ ഡ്രൈവ് തുടങ്ങിയ കാലഘട്ടത്തിൽ അന്ന് ഈ കിടപ്പ് രോഗികൾക്ക് വന്ന് വാക്സിൻ, അതായത് സ്വന്തമായിട്ട് നടന്നു വന്ന് വാക്സിൻ എടുക്കാൻ പറ്റാത്ത ധാരാളം ആൾക്കാർ പഞ്ചായത്തിന്റെ പല ഭാഗത്തും ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഓഫീസർ നമ്മളോട് സഹായം, കാര്യം കോവിഡ് വന്ന സമയത്ത് തന്നെ നമ്മൾ നമ്മുടെ ലെറ്റർ പാഡിൽ അവിടെ ഒരു എഴുത്ത് കൊടുത്തിരുന്നു. കോവിഡ് പ്രതിരോധ സംവിധാനവുമായി ബന്ധപ്പെട്ട്, പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് എന്ത് സഹായം ആവശ്യമുണ്ടെങ്കിലും സേവാഭാരതിയെ അറിയിക്കാവുന്നതാണ്. സേവാഭാരതി അതിനു വേണ്ട സഹായങ്ങൾ ചെയ്തു തരും എന്ന് അറിയിച്ചിരുന്നതാണ്. അതിന്റെ ഫലമായിട്ട് ഈ കിടപ്പ് രോഗികൾക്ക് വാക്സിനേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സേവാഭാരതി, അതായത് അവരെ ഹോസ്പിറ്റലിൽ എത്തിച്ച് വാക്സിനേഷൻ നൽകണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് സേവാഭാരതിയെ സഹായം ആവശ്യപ്പെടുകയുണ്ടായി. അന്ന് നമ്മുടെ വാഹന സൗകര്യം ഏർപ്പെടുത്തി നമ്മൾ തന്നെ അവിടെ പോയി. ഒരു വണ്ടിയിൽ 2 പേര് വീതം പോയി, 3-4 ടീമായിട്ട് പോയി. പല വീടുകളിൽ നിന്ന് അവരെ വാഹനത്തിൽ കയറ്റി കൊണ്ടുവന്നു, വാക്സിൻ എടുത്തു തിരിച്ച് വീടുകളിൽ കൊണ്ടാക്കിയിട്ടാണ് നമ്മൾ പോയത്. അപ്പൊ ഇങ്ങനെ നിരവധി സേവന പ്രവർത്തനങ്ങൾ ഈ കാലയളവിൽ ചെയ്യാൻ സാധിച്ചു. പക്ഷെ പിന്നീട് അങ്ങോട്ട് വന്നപ്പോഴത്തേന് പ്രവർത്തനങ്ങൾ കുറച്ച് മന്ദഗതിയിലാവുകയുണ്ടായി. കാര്യമായ പ്രവർത്തനങ്ങൾ പിന്നീട് അങ്ങോട്ട് ചെയ്യാൻ സാധിച്ചില്ല. പല കാരണങ്ങളുണ്ട് അതിന്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ സേവാഭാരതി എന്ന് പറയുമ്പോൾ നമ്മുടെ പരിവാർ പ്രസ്ഥാനങ്ങളിൽ സേവാഭാരതിക്ക് ഒരു പ്രാധാന്യമുണ്ട്. അതായത് നമുക്ക് എപ്പോൾ എവിടെ വേണമെങ്കിലും ചെന്നെത്താൻ പറ്റുന്ന ഒരു പ്രസ്ഥാനമാണ് സേവാഭാരതി. പലപ്പോഴും സേവാഭാരതിയുടെ പ്രവർത്തനങ്ങൾ മറ്റുള്ള സംഘടനകൾക്ക് ഊർജം പകരുകയാണ് ചെയ്യേണ്ടത്, അങ്ങനെയാണ് വേണ്ടത്. നമ്മൾ ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോൾ പോലും ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യമുണ്ട്. നമ്മളൊരു സ്ഥലത്ത് ഇപ്പോൾ വാക്സിനേഷൻ ഡ്രൈവിന് വേണ്ടിയിട്ട് പോകുന്ന സമയത്തും നമ്മൾ അവിടെ ചെല്ലുന്ന സമയത്ത് അവിടുത്തെ പ്രവർത്തകരെ കോണ്ടാക്ട് ചെയ്ത് അവരെയും കൂടെ ഒപ്പം കൂട്ടാനായിട്ട് നമ്മൾ ശ്രമിക്കുമായിരുന്നു. പലരും പല കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറും. പക്ഷെ നമ്മൾ അവിടുത്തെ പ്രവർത്തകരെ ഒപ്പം കൂട്ടാൻ ശ്രമിക്കുന്നതിന്റെ കാരണം വേറൊന്നുമല്ല, നമ്മളിപ്പോ സേവാഭാരതിയുടെ രീതിയിൽ ഇപ്പൊ ഞാനിപ്പോ ഒരിടത്ത് പോയി എന്തെങ്കിലും കാര്യം ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ആ സേവാഭാരതിയുടെ രീതിയിൽ ഒരിടത്ത് ചെയ്യുന്ന കാര്യങ്ങൾ അത് അവിടുത്തെ പ്രസ്ഥാനങ്ങൾക്ക് ഗുണം ചെയ്യണം. നമ്മുടെ മറ്റിതര പരിവാർ പ്രസ്ഥാനങ്ങൾക്കും കൂടി നമ്മൾ ചെയ്യുന്ന സേവന പ്രവർത്തനങ്ങൾ സമൂഹത്തിന് സേവനം ചെയ്യുന്നതോടൊപ്പം തന്നെ മറ്റിതര പരിവാർ പ്രസ്ഥാനങ്ങൾക്കും കൂടി അതിന്റെ പ്രയോജനം ലഭിക്കണം. അപ്പൊ അത്തരം ആൾക്കാരെയും കൂടെ കൂടിച്ചേർന്ന്, അതായത് ഇത് നമ്മുടെ മൊത്തത്തിലൊരു കൂട്ടായ്മയുടെ ഫലമായിട്ട് വരുന്നതാണെന്നും അത് നമ്മൾ ചെയ്യുന്ന സേവന പ്രവർത്തനങ്ങൾ മറ്റുള്ള പ്രസ്ഥാനങ്ങൾ കൂടി ഗുണം ചെയ്യുന്ന രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഞങ്ങളന്ന്
ആ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യുമായിരുന്നു. ചില സമയത്തൊക്കെ നമുക്കത് ചെയ്യാൻ സാധിച്ചു. അപ്പൊ അങ്ങനെ നമ്മൾ സേവാഭാരതിയുടെ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സമയത്ത് ആ രീതിയിലും കൂടെ നമുക്കൊന്ന് ശ്രദ്ധിക്കാൻ പറ്റിയാൽ സേവാഭാരതിയുടെ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ മുന്നോട്ട് പോവുകയും കൂടി ചെയ്താൽ നമ്മൾ മറ്റു പ്രസ്ഥാനങ്ങളും കൂടി അത് വളരെയധികം ഗുണകരമാകും എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അധികം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അപ്പോ ഇന്ന് പുതിയ ഭരണസമിതി തെരഞ്ഞെടുപ്പാണ് പ്രധാന അജണ്ട. അപ്പോൾ പുതിയ ഭരണസമിതി തെരഞ്ഞെടുപ്പ്, പുതിയ ഭാരവാഹികൾ ഇന്ന് ചുമതലയേൽക്കും. അപ്പോൾ അവർക്ക് കുറെ കൂടി മികച്ച രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പൊ അടുത്തതായിട്ട് ഭാരവാഹി തെരഞ്ഞെടുപ്പാണ്. ഭാരവാഹി തെരഞ്ഞെടുപ്പിന് RSS കണ്ട് കാര്യവാഹ ശ്രീ അരുൺ കൃഷ്ണനെ ക്ഷണിച്ചു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സേവാഭാരതിയുടെ ജില്ലാ സെക്രട്ടറി സുജിത്തേട്ടൻ, മീഡിയ കൺവീനറായിട്ടുള്ള അനീഷ് ജി, ജില്ലാ സമിതി അംഗം അനിൽ മുളങ്ങാട്ടുകുഴി, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ സംഘാനുഭാവിക സ്വയംസേവർക്കും നമസ്കാരം. എനിക്ക് മുന്നേ സംസാരിച്ച ലോകേഷേട്ടൻ നിലവിൽ ചടങ്ങുകൾക്ക് സേവാഭാരതിയുടെ പ്രവർത്തനങ്ങളെല്ലാം ഡീറ്റെയിലായിട്ട് വിവരിച്ചു. അതിൽ കൂടുതൽ പറയാനൊന്നുമില്ല. എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്, സംഘത്തിന്റെ നേരിട്ടുള്ള ഒരു പ്രവർത്തനം നടത്തുന്ന ഒരു സംഘടനയായിട്ടാണ് സേവാഭാരതി എല്ലാ മേഖലയിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, മറ്റുള്ള പരിവാർ സംഘടനകളെ അപേക്ഷിച്ച് സേവാഭാരതിക്ക് രാഷ്ട്രീയ മതഭേദമന്യേ ഏതൊരു വീട്ടിലും ചെന്ന് കയറി സാമ്പത്തിക സഹായമായാലും അതല്ലാതെ മാനുഷിക ബലം കൊണ്ടുള്ള പരിഗണനയിലായാലും എല്ലാ തരത്തിലും സേവാഭാരതിക്ക് എവിടെയും ചെന്ന് കയറാനുള്ള സാഹചര്യമുണ്ട്. മറ്റേത് സംഘടനകൾക്കും ഇപ്പൊ നമുക്ക് പറയാം സംഘത്തിൽ പക്ഷേ ജോഗേഷ് പറഞ്ഞ പോലെ 2019 ആണ് ഇവിടെ സമിതി രൂപീകരിച്ചത്. അതിനുശേഷമുള്ള പ്രവർത്തനം കോവിഡിന് ശേഷം വളരെ എല്ലാ കാര്യത്തിലും ബന്ധപ്പെട്ടിരുന്നെങ്കിലും ഇപ്പോൾ നിലവിൽ മന്ദഗതിയിലാണ് ഈ പ്രവർത്തനം നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സംഘ ശതാബ്ദിയിലാണ് ഇപ്പം നിലവിലുള്ളത്. 100ാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിലാണ് സേവാഭാരതിയുടെ ഒരു കമ്മിറ്റി രൂപീകരണം എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഒന്ന് ലേറ്റായി പോയോ എന്നൊരു സംശയമുണ്ട്. സ്വാഭാവികമായിട്ട് ചടങ്ങലം പോലൊരു പഞ്ചായത്തിൽ പ്രവർത്തകരില്ലാഞ്ഞിട്ടല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഒരു താമസം ഉണ്ടാകുന്നത്. കാര്യം കടക്കൽ പഞ്ചായത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് അധികം പരിഗണന കിട്ടാത്തത് മേഖലയാണ് കടക്കൽ എന്ന് പറയുന്നത്. ആ പഞ്ചായത്തിൽ പോലും കാര്യക്ഷമമായ ഒരു സേവാഭാരതിയുടെ പ്രവർത്തനം നടക്കുന്നുണ്ട്. ആ സമയത്താണ് ചടയകലം പഞ്ചായത്തിൽ നിലവിൽ പ്രവർത്തനമില്ല. സംഘത്തിന്റെ ഏത് വൈകിട്ടൊക്കെ പോയിരിക്കുമ്പോഴും സേവാഭാരതിയുടെ കാര്യകർത്താക്കൾ അവിടെ വരുമ്പോൾ നമ്മൾ പറയാറുണ്ട്, അത് ഒരു പഞ്ചായത്ത് സമിതി രൂപീകരിക്കണം. ചടയകലം പോലുള്ള സ്ഥലത്ത് ഗണ്ട് കേന്ദ്രമാണ്, അവിടെ ഈ ഒരു സേവാഭാരതിയുടെ കമ്മിറ്റി ഇല്ലെങ്കിൽ പിന്നെ വേറെ എവിടെ പോയിട്ട് നമുക്ക് കാര്യമാണ്. നമ്മളെ ബാക്കിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട്. സേവാഭാരതിക്ക് എല്ലാ ശിവരാത്രി ദിവസവും നിങ്ങൾക്ക് എല്ലാം അറിയാം, നിങ്ങളെല്ലാവരും ഞങ്ങൾ സമീപിക്കാറുണ്ട്. സേവാനിധി കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ബാക്കിയുള്ള എല്ലാ സേവാനിധി കളക്ഷനും ബാക്കിയുള്ള എല്ലാ സേവാ പ്രവർത്തനങ്ങളും എല്ലാം നമ്മൾ പങ്കെടുക്കാറുണ്ട്. സംഘത്തിന്റെ പ്രവർത്തനത്തിലായാലും നേരിട്ടായാലും അല്ലാതെ പ്രവർത്തിക്കാറുണ്ട്. പക്ഷെ ഒരു സമിതി രൂപീകരിച്ച് അതിന്റെ ഒരു പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ 2019-20 കോർഡിനേഷൻ പിന്നെ ഇങ്ങോട്ട് കൂടുതൽ കാര്യക്ഷമമായിട്ട് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അടുത്ത ഭരണസമിതിക്ക് കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ച് പുതിയ അടുത്തൊരു വർഷത്തേക്കുള്ള ചുമതലക്കാരെ പ്രഖ്യാപിച്ചു. രക്ഷാധികാരിയായിട്ട് അനിൽകുമാർ NS പത്തനാപുരം യൂണിയൻ സെക്രട്ടറി നിലവിൽ ചുമതല വഹിക്കുന്നുണ്ട്. അദ്ദേഹം നേരത്തെ ഗണ്ടിന്റെ സംഘത്തെ ചുമതല വഹിച്ചിരുന്ന ആളാണ്. ചേട്ടൻ വന്നിട്ടുണ്ട്, പുറകിലുണ്ട്. നിശ്ചയിച്ചിട്ടുള്ളത് R ജയകൃഷ്ണൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കോരയുടെ കൂടുതൽ അധ്യാപകനാണ്. പ്രസിഡന്റായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. വൈസ് പ്രസിഡന്റായിട്ട് K സതീശൻ. ആധാരം എഴുത്താണ് ഇവിടെ മുൻകാലങ്ങളിലെല്ലാം തന്നെ സംഘമായിട്ട് അനുഭവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. സെക്രട്ടറി ആയിട്ട് RS ജയലാൽ, സംഘത്തിന്റെ നേരത്തെ ചുമതല വഹിച്ചിരുന്ന ആളാണ്. ജോയിന്റ് സെക്രട്ടറി ആയിട്ട് ആനന്ദ് ശിവാനന്ദ്, നമ്മുടെ ഇവിടെ ഫിനാൻസ് നടത്തുവാണ്. ആനന്ദ് നമുക്ക് എല്ലാവർക്കും അറിയാം, എത്തിയിട്ടുണ്ട്.
ട്രഷറായിട്ട് പ്രദീപ് പണയിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. സേവാഭാരതിക്ക് ആയാമങ്ങളുണ്ട്. ആയാമ അംഗങ്ങളായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത് അനീഷ് കടന്നൂർ, ആരോഗ്യ മേഖല അദ്ദേഹമാണ് ശ്രദ്ധിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ ഇടയ്ക്കോട്, സ്വാവലംബം. രാംലാൽ ഇടയ്ക്കോട്, സാമാജികം. സേതു പൂങ്കോട്, ആപത് സേവ. ദീപു ആർ പൂങ്കോട്, വിദ്യാഭ്യാസം. ഭരണസമിതി അംഗങ്ങളായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത് അജിത് ചേട്ടൻ പോരേണം, രഞ്ജു ചേട്ടൻ കല്ലുമല. വനിതാ പ്രാതിനിധ്യം ആശാ നായർ, വിജയലക്ഷ്മി VH. രണ്ടുപേരാണ് വനിതാ പ്രാതിനിധ്യമായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പം അടുത്ത പുതിയ ചുമതലക്കാരുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ജയേട്ടനെ വേദിയിലേക്ക്. ഒരു ചുമതലകളുണ്ട്. നമ്മുടെ മീഡിയ കൺവീനറായിട്ട് പഞ്ചായത്തിന്റെ സേവാഭാരതി അജിത്തിനെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്, തെറ്റേത്തറ. യോഗത്തിന്റെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ആർ ജയകൃഷ്ണൻ സാർ, ബഹുമാനപ്പെട്ട യോഗേഷ് ജി, മുൻ പ്രസിഡന്റ് യോഗേഷ് ജി, ശ്രീ മനു, ഖണ്ഡ് കാര്യവാഹ് ശ്രീ അരുൺ കൃഷ്ണൻ അവർകൾ, സേവാഭാരതിയുടെ പുതിയ ഭരണസമിതി അംഗങ്ങളായി ചുമതലയേറ്റ എല്ലാവർക്കും ആദ്യം തന്നെ ആശംസകൾ നേർന്നുകൊള്ളുന്നു. പുതിയൊരു പ്രവർത്തന വർഷത്തിൽ വളരെ മികച്ച ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമ്മുടെ അടുത്തൊരു പ്രവർത്തന വർഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ സമാപന സന്ദേശത്തിൽ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. യോഗേഷ് മുൻപ് പറഞ്ഞു 2019 രൂപീകരിച്ച യൂണിറ്റാണ് ചടയമംഗലത്തിൻ്റേത്. അതിനുശേഷം കോവിഡ് കാലത്തെ നമ്മൾ ചടയമംഗലം പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് ചെയ്ത പ്രവർത്തനങ്ങളെക്കുറിച്ചും പറഞ്ഞു. ശരിക്കും ഈ കോവിഡും പ്രളയവും വരുമ്പോൾ മാത്രം ഉയർത്തെഴുന്നേറ്റ് വരുന്ന ഒരു സംഘടനയായിരുന്നു നമ്മുടെ സേവാഭാരതിയുടേത്. ആ സമയത്ത് മാത്രം നമ്മൾ ആക്റ്റീവാവും, പ്രവർത്തിക്കും. അതിനുശേഷം എവിടെയോ പോയി മറയും. പിന്നെ സേവാഭാരതി എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ലേബലിൽ ഒരു പ്രവർത്തനം വ്യാപകമായിട്ടില്ലായിരുന്നു. അത്തരം ഒരു സാഹചര്യത്തിലാണ് നമ്മൾ എല്ലാ പഞ്ചായത്തുകളും കേന്ദ്രീകരിച്ച് യൂണിറ്റുകൾ രൂപീകരിക്കണമെന്നും സജീവമായി 5 ആയാമങ്ങൾ ബേസ് ചെയ്ത് തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള തീരുമാനം എടുക്കുന്നതും അതിന് പ്രകാരം സംസ്ഥാനം ഒട്ടാകെ നടത്തിയ അതിനായിട്ടുള്ള പ്രയത്നത്തിന്റെ ഭാഗമായിട്ട് കൊല്ലം ജില്ലയിലും 74 പഞ്ചായത്ത് നമ്മുടെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പരിധികൾ ഉൾപ്പെടെ 74 യൂണിറ്റുകളും ഈ ഒരു യൂണിറ്റ് മാത്രമാണ് നമ്മുടെ കൊല്ലം ജില്ലയിൽ രൂപീകരിക്കാനുള്ളത്. ബാക്കി എല്ലാ മേഖലകളിലും യൂണിറ്റ് രൂപീകരണം പൂർത്തീകരിച്ചിട്ടുണ്ട്. എല്ലാ യൂണിറ്റുകളും സജീവമായി പ്രവർത്തനമില്ല. യൂണിറ്റ് രജിസ്ട്രേഷൻ പിന്നെ AGM ഉൾപ്പെടെ നടത്തി എല്ലാ മാസവും കമ്മിറ്റി കൂടി ആ രീതിയിൽ ലൈവായിട്ട് പ്രവർത്തിക്കുന്ന യൂണിറ്റുകളുടെ എണ്ണം ഈ 74 ഇല്ല എങ്കിലും 74 യൂണിറ്റുകളുടെ രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ഈ പറയുന്ന 2019 ശേഷം നമുക്ക് കാര്യമായി പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കാത്തതിൻ്റെ ഒരു സാഹചര്യം സാറ് സൂചിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ അടുത്തൊരു പ്രവർത്തന വർഷം നമുക്ക് ഇനിയൊരു AGM കൂടുന്ന സമയത്ത് വ്യക്തമായ ഒരു സംഘടനാ റിപ്പോർട്ടും സേവാ റിപ്പോർട്ടും, നമ്മുടെ റിപ്പോർട്ടിൻ്റെ ഒരു വർഷത്തിൻ്റെ അവസാനം നമ്മൾ AGM അവതരിപ്പിക്കുന്ന റിപ്പോർട്ടിന് 2 ഭാഗമാണ്. അരുൺ ചേട്ടൻ മുമ്പ് സൂചിപ്പിച്ച നമ്മുടെ സേവാനിധിയെല്ലാം നമ്മുടെ സംഘടനാ റിപ്പോർട്ടിൽ വരേണ്ടത്. നമ്മുടെ കമ്മിറ്റി, നമ്മുടെ കോർ കമ്മിറ്റികൾ, അങ്ങനെയുള്ള പ്രാതിനിധ്യം എല്ലാം നമ്മുടെ സംഘടനാ റിപ്പോർട്ടിൽ വരേണ്ടത്. സേവാ റിപ്പോർട്ട് നമ്മുടെ 5 ആയാമങ്ങൾ ബേസ് ചെയ്ത് തന്നെ ആരോഗ്യം, വിദ്യാഭ്യാസം, സാമാജികം, സ്വാവലംബൻ, ആപത് സേവ. നമ്മളിവിടെ ഓരോ ആയാമത്തിനും കൺവീനർമാരെ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ശരിക്കും പ്രസിഡന്റ്, സെക്രട്ടറി എന്ന 2 പേരുടെ ചുമലിൽ എല്ലാ ഭാരങ്ങളും കൂടി നമ്മൾ പിന്നെ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ മാറി നിൽക്കാൻ പറ്റത്തില്ല. ഈ ആയാം ബേസ് ചെയ്ത് തന്നെയാണ് നമ്മുടെ പ്രവർത്തനം. അപ്പോൾ ഈ 5 ആയാം കൺവീനർമാരും ഇതിൻ്റെ നെടുംതൂണുകളായിട്ട് പ്രവർത്തിക്കണം. ഈ 5 ആയാമങ്ങൾ ബേസ് ചെയ്ത് വരുമ്പോൾ തന്നെ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളുമായി ആരോഗ്യ മേഖലയിൽ ഇപ്പോൾ നമ്മളൊരു മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നു, അല്ലെങ്കിൽ
ഇപ്പോൾ പിന്നെ ഏതെങ്കിലും ഒരു ബോധവൽക്കരണമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു ക്യാമ്പ് നടത്തുന്നു, ലഘുലേഖകൾ വിതരണം ചെയ്യുന്നു, ഇതെല്ലാം ആരോഗ്യ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനമാണ്. വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ പഠന സഹായങ്ങൾ ചെയ്യുന്നു, അല്ലെങ്കിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്നു. ട്യൂഷൻ സെൻ്ററുകൾ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ട്യൂഷൻ സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നു, PSC കോച്ചിങ്ങിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുന്നു. അത്തരം സാഹചര്യം അതെല്ലാം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ വരുന്നതാണ്. മറ്റ് നമ്മുടെ സേവാഗ്രാമങ്ങൾ, ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് സേവാഭാരതിയുടെ നമ്മൾ പ്രവർത്തനങ്ങൾ സേവാഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചാണ്. സേവാഗ്രാമങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മുൻപ് പറയും കോളനികൾ എന്ന് പറയും. ഇപ്പം അത്തരത്തിലൊരു പ്രയോഗം നമ്മൾ സേവാഭാരതി നടത്താറില്ല. കോളനി എന്ന പദം നമ്മൾ ഒഴിവാക്കുകയാണ്. നമ്മൾ നഗരപ്രദേശങ്ങളിൽ ബസ്തി എന്നും നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ സേവാഗ്രാമങ്ങൾ എന്ന പദവുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ബ്രിട്ടീഷ് ഭരണകാലത്തെ കോളനി എന്ന പദം നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് സേവാഗ്രാമങ്ങൾ എന്നും ബസ്തി എന്നും മാത്രമേ നമ്മുടെ പ്രവർത്തനങ്ങളിൽ സൂചിപ്പിക്കാറുള്ളൂ. അത്തരത്തിൽ സേവാഗ്രാമങ്ങൾ ബേസ് ചെയ്തുള്ള പ്രവർത്തനങ്ങൾക്കാണ് നമ്മളിപ്പോൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഗ്രാമത്തിൽ, നമ്മുടെ പഞ്ചായത്ത് പരിധിയിൽ അത്തരത്തിൽ സേവാഗ്രാമങ്ങൾ ഉണ്ടെങ്കിൽ ആ ഗ്രാമങ്ങളെ നമ്മൾ ദത്തെടുത്തുകൊണ്ട് അവിടെ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണം. അതെല്ലാം നമ്മുടെ സാമാജിക പ്രവർത്തനങ്ങളിൽ വരുന്നതാണ്. സ്വാവലംബൻ പ്രവർത്തനങ്ങളിൽ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കൺവീനർമാരുടെ കൂടെ ശ്രദ്ധയ്ക്കാണ് ഇത് പറയുന്നത്. സ്വാവലംബൻ പ്രവർത്തനങ്ങളിൽ നമ്മളിപ്പോൾ ഡിസേബിൾഡ് ആയിട്ട് അംഗവൈകല്യമുള്ള ഒരാൾക്ക് നമ്മളൊരു തൊഴിലവസരം, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്ക അവസ്ഥയിലുള്ള കുടുംബ പശ്ചാത്തലം വളരെ മോശമായിട്ടുള്ള ഒരാൾക്ക് നമ്മളൊരു സ്വയം പര്യാപ്തത നേടുന്നതിന് വേണ്ടി ഒരു അവസരം. ഇപ്പം ഉദാഹരണത്തിന് നമ്മളിപ്പം പല യൂണിറ്റുകളിലും ആട് ഗ്രാമം പദ്ധതികൾ നടത്തുന്നുണ്ട്. അതുപോലെ ഈ ചെറിയൊരു വരുമാനത്തിനായിട്ട് ലോട്ടറി പോലുള്ള ലോട്ടറി തട്ട് ചെയ്തു കൊടുക്കുന്ന പ്രവർത്തനങ്ങൾ, ഇതൊക്കെ സ്വാവലംബൻ പ്രവർത്തനങ്ങളിൽ അവർക്ക് സ്വയം പര്യാപ്ത കൈവരിക്കുന്നതിനുള്ള സഹായങ്ങളെല്ലാം ചെയ്യുന്നത് നമ്മുടെ സ്വാവലംബൻ പ്രവർത്തനത്തിൽ വരുന്നതാണ്. പിന്നെ ആപത് സേവ എന്ന് പറയുന്നത് ഒരു നിത്യപ്രവർത്തനമല്ല, അത് ആ സാഹചര്യങ്ങളിൽ മാത്രം. നമ്മളിവിടെ യൂണിറ്റ് മുൻപ് സൂചിപ്പിച്ചതെല്ലാം ഈ പറയുന്നത് ആപത് സേവയിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. പ്രളയ സമയത്ത് ഈ ആപത് സേവയിൽ ഏറ്റവും മുൻപന്തിയിൽ ഉണ്ടായിരുന്നതും നമ്മളൊക്കെ ഇവിടുന്ന് സാധനങ്ങളൊക്കെ ചടയമംഗലത്തും ചെയ്തു കാണും. ഇവിടുന്ന് സാധനങ്ങൾ കളക്ട് ചെയ്ത് വയനാട്ടിലേക്കൊക്കെ സേവാഭാരതിയുടെ നേതൃത്വത്തിൽ എല്ലാ യൂണിറ്റുകളിൽ നിന്നും കളക്ട് ചെയ്ത് പരമാവധി സാധനങ്ങൾ കളക്ട് ചെയ്ത് നമ്മൾ എത്തിച്ചിട്ടുണ്ട്. അത്തരം പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ ആപത് സേവയിൽ വരുന്നതാണ്. അപ്പോൾ ഈ 5 ആയാമങ്ങൾ ബേസ് ചെയ്ത് നമ്മൾ അടുത്ത ഒരു പ്രവർത്തന വർഷം 1 മാസം നമ്മൾ ഒരു പ്രവർത്തനം എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി തന്നെ പ്രവർത്തിക്കുന്നത്. ഒരുപാട് സമയമൊന്നും ആരും ഇതിനായിട്ട് ചെലവഴിക്കേണ്ടി വരത്തില്ല. നമ്മൾ ഒരു മാസത്തിലൊരു കമ്മിറ്റി, കൃത്യമായിട്ട് മാസത്തിലൊരു കമ്മിറ്റിയും ഒരു പ്രവർത്തനത്തിനായി ഒരു ദിവസം ഒത്തുചേർന്നാലും ഈ 365 ദിവസത്തിൽ ഈ പറയുന്ന മാസത്തിലെ ഈ 2 ദിവസം വെച്ച് മാത്രം നമ്മൾ ഇതിന് മാറ്റിവെച്ചാൽ തന്നെ നമുക്ക് ലൈവായ ഒരു യൂണിറ്റ് നമുക്കൊരു മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അടുത്ത വർഷം വലിയ ഒരു റിപ്പോർട്ടും സേവാ റിപ്പോർട്ടും സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ സമിതിയെ മാറ്റിയെടുക്കാൻ സാധിക്കും. ഇനി അടിസ്ഥാനപരമായിട്ട് ഏറ്റവും അടിസ്ഥാനമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ യൂണിറ്റ് രജിസ്ട്രേഷനാണ്. ഇപ്പം നമ്മുടെ രജിസ്ട്രേഷൻ പുതുക്കാൻ നമുക്കൊരു അവസരമുണ്ട്. സെപ്റ്റംബർ 30 വരെ ചെറിയ ഫൈനോട് കൂടി നമുക്ക് രജിസ്ട്രേഷൻ പുതുക്കാം. ഇപ്പം എല്ലാ യൂണിറ്റുകളും അതിനുള്ളൊരു ഇത് നടക്കണം. വലിയ ഇതൊന്നും നമ്മുടെ ഈ 25-26 പ്രവർത്തന വർഷത്തേക്കുള്ള ഭാരവാഹികളുടെ ലിസ്റ്റും കഴിഞ്ഞ ഒരു വർഷത്തെ വരവ് ചെലവ് കണക്കുകളും, അത് നമുക്ക് കണക്കൊന്നും ഇല്ലെങ്കിൽ നിൽ കാണിച്ചാൽ മതി. അപ്പോൾ എന്തെങ്കിലും കണക്കുണ്ടെങ്കിൽ അത് കാണിച്ചുകൊണ്ട് പിന്നെ ഒരു കവർ ലെറ്ററോടെ വെച്ചിട്ട് നമ്മുടെ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ സേവാഭാരതി രജിസ്റ്റർ ചെയ്തേക്കുന്നത് NGO ആയിട്ടാണ്, നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ, സർക്കാർ ഇതര സംഘടനയായിട്ടാണ് നമ്മൾ രജിസ്റ്റർ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ചില നിയന്ത്രണങ്ങൾ, ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതായത് നമ്മൾ രാഷ്ട്രീയമായോ അല്ലെങ്കിൽ മതപരമായോ ഉള്ള വേർതിരിവുകൾ നമ്മുടെ പ്രവർത്തനത്തിൽ കാണിക്കാൻ പാടില്ല. എല്ലാ വർഷവും നമ്മുടെ പ്രവർത്തന റിപ്പോർട്ട് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ സമർപ്പിക്കേണ്ട, ഭാരവാഹി ലിസ്റ്റും വരവ് ചെലവ് കണക്കും രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ സമർപ്പിച്ച് അതിന് കൃത്യമായി നമ്മൾ ഭരണസമിതി തെരഞ്ഞെടുപ്പ് ഇപ്പം ഇന്ന് മുതൽ 14 ദിവസത്തിനുള്ളിൽ നമ്മൾ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഹാജരാക്കി കഴിഞ്ഞാൽ, ഈ രേഖകൾ ഹാജരാക്കി കഴിഞ്ഞാൽ നമുക്ക് ഫൈൻ ഒന്നും തന്നെ കൊടുക്കേണ്ടതില്ല. പക്ഷെ നമുക്ക് രജിസ്ട്രേഷൻ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫൈൻ നമ്മൾ കൊടുക്കേണ്ടി വരും. കൊടുത്ത് ഈ സെപ്റ്റംബർ 30 മുമ്പാകുമ്പോൾ വളരെ ചെറിയ ഒരു ഫൈനോട് കൂടി നമുക്ക് രജിസ്ട്രേഷൻ പുതുക്കാൻ സാധിക്കും. രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ദേശീയ സേവാഭാരതിയുമായിട്ടുള്ള അഫിലിയേഷൻ. നമ്മുടെ മീഡിയ കോർഡിനേറ്റർ അതിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ ബന്ധപ്പെടാവുന്നതാണ്. മീഡിയ കോർഡിനേറ്റർ, നമ്മുടെ യൂണിറ്റിന്റെ മീഡിയ കോർഡിനേറ്റർ ഇവിടെ ഉണ്ടോ? അജിത് ജി. അപ്പൊ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട് ആ കാര്യങ്ങൾ പറയാം. അതൊക്കെ വളരെ അടിയന്തരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ സമിതിയുടെ മെയിൽ ID ഉപയോഗിച്ച് യൂസർ രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം ദേശീയ സേവാഭാരതിയായിട്ട് അഫിലിയേറ്റ് ചെയ്ത് അതിന് 200 രൂപ ഓൺലൈനിൽ നമ്മൾ പേയ്മെന്റ് നടത്തിയാൽ അപ്പോൾ അഫിലിയേഷൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക്, അത് എല്ലാ യൂണിറ്റുകളും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കൊല്ലം ജില്ലയിൽ തന്നെ പല യൂണിറ്റുകളും അത് പൂർത്തീകരിച്ചു കഴിഞ്ഞു. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ,
അംഗത്വം. ഇപ്പം നമ്മളിപ്പോൾ 13 അംഗ ഭരണസമിതിയാണ് നമ്മൾ തിരഞ്ഞെടുത്തത്. നമ്മളൊരു ലക്ഷ്യം വെക്കണം, 100 എന്നൊരു ലക്ഷ്യം അടുത്ത ഈ പറയുന്ന 1-2-3 മാസത്തിനുള്ളിൽ ഈ പറയുന്ന എല്ലാ അംഗങ്ങളും ഒത്തൊരുമയോടെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സമിതിയുടെ അംഗത്വം 100 എന്നുള്ളൊരു സംഖ്യയിൽ എത്തിക്കത്തക്ക രീതിയിലുള്ള ഒരു പ്രവർത്തനം നടത്തണം. അംഗത്വത്തിനെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ലിങ്ക് ഉണ്ട്, ദേശീയ സേവാഭാരതി സംസ്ഥാനത്തിൻ്റെ വെബ്സൈറ്റുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ നമ്മൾ അംഗത്വം എടുക്കുന്ന ആളുടെ പേര്, ജനനത്തീയതി, ഏറ്റവും അടിസ്ഥാന വിവരങ്ങൾ, ഓപ്ഷണലാണ് ഫോട്ടോയും വേണമെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിലും നിർബന്ധമില്ല. അപ്പോൾ അതും കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അംഗത്വ ഫീസ് 100 രൂപയാണ്. അത് നമ്മുടെ സമിതിയിലാണ് എത്തിക്കുന്നത്. അത് ഓൺലൈനായിട്ടൊന്നും പേയ്മെൻറ്റ് ചെയ്യണം. നമുക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അക്കൗണ്ടിലേക്കാണ് ഡയറക്റ്റ് ആണ് പേയ്മെൻറ്റ്, നമ്മുടെ സമിതിയുടെ അക്കൗണ്ടിലേക്ക്. അത് സംസ്ഥാന പോർട്ടലുമായിട്ടൊന്നും ബന്ധമില്ല. അപ്പോൾ അത്തരത്തിൽ 100 രൂപ അംഗത്വ ഫീസ് മേടിച്ചുകൊണ്ട് മാസവരി നമ്മുടെ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് നിശ്ചയിച്ച് തന്നേക്കുന്ന മാസവരി 10 രൂപയാണ്. അത് നമ്മുടെ സമിതിയിൽ ആലോചിച്ച് നമ്മൾ സേവാ സമർപ്പണം എന്നുള്ള രീതിയിൽ മറ്റെന്തെങ്കിലും പ്രവർത്തനം ഉദ്ദേശിച്ചാണെങ്കിൽ അതിലെന്തെങ്കിലും ചെറിയ വേരിയേഷൻ വരുന്നതുകൊണ്ട് തെറ്റില്ല. പക്ഷേ കണക്കും പ്രകാരം നമ്മൾ 10 രൂപയാണ് നമ്മുടെ മാസവരി. ഈ അംഗത്വ ഫീസ് മേടിച്ചുകൊണ്ട് ഒരു 100 പേരെ നമ്മൾ അംഗമാക്കുന്നതിനുള്ള, ശരിക്കും അങ്ങനെ പറയാൻ കാര്യം, നമ്മുടെ വാർഷിക പൊതുയോഗത്തിൽ പങ്കെടുക്കുന്നവരെല്ലാം മെമ്പർഷിപ്പ് ഉള്ളവരായിരിക്കണം. അടുത്ത ഒരു AGM നടക്കുമ്പോൾ നമ്മളെല്ലാവരും, വാർഷിക പൊതുയോഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരും അംഗങ്ങളായിരിക്കണം. അങ്ങനെയാണ് അതിൻ്റെ ഒരു, നമ്മുടെ ഈ സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുമ്പോഴുള്ള ഒരു നിർദ്ദേശമാണത്. അപ്പോൾ അത്തരത്തിൽ ചെയ്യാം. പിന്നെ സമിതിയുടെ പ്രവർത്തനത്തിന് ഫണ്ട് സ്വരൂപീകരണത്തിന് വേണ്ടി സേവാ സമർപ്പണം നമ്മുടെ യൂണിറ്റ് അടിസ്ഥാനത്തിൽ ചെയ്യാം. അതല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ ഒരു സേവാ സമർപ്പണത്തിനുള്ള സ്റ്റേറ്റ് പോർട്ടലിൽ നമുക്കത് ചെയ്യാം. നമ്മുടെ യൂണിറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സേവാ സമർപ്പണം ഓട്ടോ ഡെബിറ്റ് ഉണ്ട്. നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് നമ്മൾ നിശ്ചയിക്കുന്ന തുക 30 രൂപയെങ്കിൽ ഒരു ദിവസം 1 രൂപ വെച്ച് ഒരു മാസത്തേക്ക് 30 രൂപ ഓട്ടോ ഡെബിറ്റ് ചെയ്യുന്ന സംവിധാനമുണ്ട്. അത് നമ്മുടെ യൂണിറ്റിൻ്റെ പ്രവർത്തനത്തിന് തന്നെ നമുക്ക് തിരികെ ലഭിക്കുന്ന രീതിയിലാണ് അതിൻ്റെ സംവിധാനം ചെയ്തേക്കുന്നത്. നമ്മുടെ പരിധിയിൽ നിന്ന് നമ്മൾ ഓട്ടോ ഡെബിറ്റ്, നമ്മൾ ഈ സേവാ സമർപ്പണത്തിനായിട്ട് ആളുകളെ ഈ അംഗത്വം ചേർക്കുന്നവരെ തന്നെ ചെയ്യാം. അതല്ല അംഗത്വം എടുക്കാൻ താല്പര്യമില്ലാത്തവരെ കൊണ്ടും സേവാ സമർപ്പണം ചെയ്യിക്കാം. അത് ചെയ്യിക്കുന്ന സമയത്ത് നമ്മുടെ യൂണിറ്റ് സെലക്ട് ചെയ്ത് ആ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഏത് പ്രവർത്തനത്തിനായാലും നമ്മുടെ സമിതിയിലേക്ക് തന്നെ ഈ തുക തിരിച്ചെടുക്കുന്നതിനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ ആ പ്രവർത്തനത്തിനും ഒരു പ്രോത്സാഹനം ഉണ്ടാകണം. അതുപോലെ തന്നെ നമ്മുടെ രക്തദാനത്തിനായിട്ടുള്ളൊരു സംവിധാനമുണ്ട്. അതിലും നമ്മുടെ വെബ്സൈറ്റിൽ രജിസ്ട്രേഷൻ, വോളണ്ടിയർ രജിസ്ട്രേഷനുള്ള ഒരു ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. രക്തദാതാക്കളുടെ ലിസ്റ്റ് ശേഖരിക്കുന്ന ഒരു പ്രവർത്തനം നടക്കണം. അതിനും ഒരു ലിങ്ക് ഉണ്ട്. അത് തുടർന്ന് ഭരണസമിതി അംഗങ്ങൾക്ക് അയച്ചു കൊടുക്കും. അത് ഇവിടെ വാട്സാപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ ഭരണസമിതി അംഗങ്ങളുടെ എല്ലാം ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാമെങ്കിൽ അതിലേക്ക് ഷെയർ ചെയ്ത് തരും. എല്ലാവരും രക്തദാനത്തിനായിട്ട് സന്നദ്ധരാവണം. അതിൻ്റെ വോളണ്ടിയർ രജിസ്ട്രേഷനിൽ എല്ലാവരും പങ്കെടുക്കുകയും വേണം. പിന്നീട് സൂചിപ്പിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ നേരത്തെ സൂചിപ്പിച്ചു, സംഘത്തിൻ്റെ 100ാം വാർഷികം പ്രമാണിച്ച് സേവാഭാരതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ആശ്രയ കേന്ദ്രങ്ങളാണ്. എല്ലാ പഞ്ചായത്തുകളും കേന്ദ്രീകരിച്ച് പരമാവധി എല്ലാ പഞ്ചായത്തുകളിലും ആശ്രയ കേന്ദ്രം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ പിന്നെ ഒരു കാര്യാലയം, സേവാഭാരതിയുടെ ഒരു കാര്യാലയം ഉണ്ടാവണം. അതിൽ ഒരു സ്ഥിരം സേവാ സംവിധാനം, നമുക്കൊരു കോമൺ സർവീസ് സെൻ്ററോ, അതല്ലെങ്കിൽ പാലിയേറ്റീവ് കെയറിനുള്ള ഒരു സംവിധാനമോ, അതല്ലെങ്കിൽ ഒരു ട്യൂഷൻ സെൻ്ററോ. ശരിക്കും പറഞ്ഞാൽ 2019 രജിസ്റ്റർ ചെയ്ത നമ്മുടെ സംഘടന ഒരു സ്ഥിര സേവയിലേക്ക് കടക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഒരു സ്ഥിരസേവ എന്ന് പറയുമ്പോൾ നിത്യവും ഉള്ള പ്രവർത്തനം അല്ല, ആഴ്ചയിൽ ഒരു പ്രവർത്തനം ചെയ്താലും അത് സ്ഥിരസേവയായിട്ടാണ് കണക്കൂട്ടുന്നത്. നമ്മുടെ ഇവിടുത്തെ സാഹചര്യം, ഈ പ്രാദേശികമായിട്ടുള്ള സാഹചര്യം അനുസരിച്ച് നമുക്ക് ചെയ്യാൻ കഴിയുന്ന സേവനം എന്താണത്? പാലിയേറ്റീവ് കെയറൊക്കെ നിസ്സാരമായിട്ട് കഴിയുന്ന മേഖലയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പാലിയേറ്റീവ് കെയർ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഹോം കെയർ ചിലപ്പോൾ ചെയ്യാൻ സാധിക്കണമെന്നില്ല, നഴ്സിംഗ് കെയർ കൊടുക്കണമെന്നില്ല. ചികിത്സാ അനുബന്ധ ഉപകരണങ്ങൾ, ഇപ്പം ഈ പറയുന്ന കിടപ്പ് രോഗികൾക്ക് അഡൽട്ട് ഡയപ്പർ, വാക്കർ, എയർ ബെഡ്, അത്തരം സംവിധാനങ്ങളൊക്കെ കൊടുക്കുന്നതിന് നമ്മളൊരു സോഷ്യൽ മീഡിയയിലേക്ക് സജീവമായിട്ട് നമ്മളൊരു റിക്വസ്റ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിന് പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് വരും. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ കൂടെയൊക്കെ നമുക്ക് പിന്നെ സമൂഹമായിട്ട് ഇടപഴകി കൂടുതൽ സജീവമാകാൻ സാധിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമുക്ക് ഒരു സ്ഥിരസേവയിലേക്ക് എല്ലാ യൂണിറ്റുകളും കടക്കണം. അതിനോടൊപ്പം തന്നെയാണ് ഈ 100ാം വാർഷികത്തോടനുബന്ധിച്ച് നമ്മുടെ ലക്ഷ്യം ആശ്രയ കേന്ദ്രം എന്നുള്ളൊരു ലക്ഷ്യത്തിലെ സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള പ്രയത്നം കൂടി ഉണ്ടാകണം. പിന്നീട് സൂചിപ്പിക്കാനുള്ള കാര്യം, സേവന വാർത്ത എന്ന് പറയുന്ന നമ്മുടെ ഒരു മാസികയുണ്ട്. സേവന വാർത്ത ഓൺലൈനിൽ ലഭ്യമാണ്. അതിൻ്റെ പ്രിന്റഡ് കോപ്പി നമ്മുടെ ഒരു വർഷം 300 രൂപയാണ്. അത് നമ്മുടെ പഞ്ചായത്തിൽ പരമാവധി 25 പേരിലേക്കെങ്കിലും എത്തിച്ചാൽ നമ്മുടെ സേവാഭാരതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന
എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മുടെ പ്രദേശത്തും ഉള്ള ആൾക്കാരിലേക്കും എത്തും. ഓരോ ജില്ലയിലെയും, കൊല്ലം ജില്ല മാത്രമല്ല എല്ലാ ജില്ലകളിലെയും സേവാഭാരതിയുടെ പ്രവർത്തനങ്ങൾ സേവന വാർത്തയിലൂടെ എത്തും. നമ്മുടെ ഇപ്പോൾ ചടയമംഗലം യൂണിറ്റ് ഒരു പ്രവർത്തനം ചെയ്താൽ അതും സേവന വാർത്തയിൽ വരും. മറ്റൊരു യൂണിറ്റിൻ്റെ അങ്ങനെ ജില്ലാ ബേസിൽ തിരുവനന്തപുരം, കൊല്ലം ആ ഓർഡറിൽ തന്നെ ഓരോ ജില്ലയിലും ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം സേവന വാർത്തയിൽ വരുന്നുണ്ട്. ഇത്രയുമാണ് പ്രധാനമായിട്ട് അടിസ്ഥാനപരമായിട്ട് പറയാനുള്ള കാര്യം. പിന്നീട് നമ്മുടെ സോഷ്യൽ മീഡിയ പ്രവർത്തനങ്ങളൊന്ന് സജീവമാക്കണം. അപ്പം നിലവിൽ നമുക്ക് ഫേസ്ബുക്ക് പേജ് വല്ലതും ഉണ്ടോ? ഇല്ല. അപ്പോൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ തുടങ്ങിക്കൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ, തുടർന്നുള്ള പ്രവർത്തനങ്ങൾ സോഷ്യൽ മീഡിയ പേജിൽ ഷെയർ ചെയ്യണം. അപ്പോൾ അതിൽ കൂടെയൊക്കെയാണ് പല യൂണിറ്റുകളിലും പ്രവർത്തനങ്ങൾ സത്യത്തിൽ സജീവമായിട്ട് നടക്കുന്നത്. എല്ലാവരിലേക്ക് എത്താൻ ഇപ്പോൾ എളുപ്പം ഒരു മാർഗം, ഇപ്പോൾ സമ്പർക്കങ്ങളൊന്നും എല്ലാ കാര്യങ്ങളിലൊന്നും സാധ്യമാവണമെന്നില്ല. അപ്പോൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയ കൂടെ പബ്ലിക്കായിട്ടൊരു വാട്സാപ്പ് ഗ്രൂപ്പ്, നമ്മുടെ ഭരണസമിതി അംഗങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവണം. അതുകൂടാതെ പരമാവധി അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ അതിലൂടെ ഷെയർ ചെയ്ത് ഈ പറഞ്ഞ സേവാ സമർപ്പണം, അംഗത്വം, പിന്നെ സ്ഥാനീയ സമിതി രൂപീകരണം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളെല്ലാം നമ്മുടെ ഈ ഗ്രൂപ്പിൽ കൂടി ഷെയർ ചെയ്ത്, ഈ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ കൂടെ നമ്മുടെ കോർഡിനേറ്റർ അന്വേഷിച്ചുകൊണ്ട്, അപ്പോൾ അദ്ദേഹമാണ് ഇപ്പം നമ്മുടെ മീഡിയ സംബന്ധിച്ച് ജില്ലയുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ ബന്ധപ്പെടാവുന്നതാണ്. നിർബന്ധമായിട്ട് നമ്മളൊരു ഫേസ്ബുക്ക് പേജ്, ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ പ്രവർത്തനങ്ങൾ അതിലൂടെ ഷെയർ ചെയ്യണം. അപ്പോൾ അതിൽ സംബന്ധിച്ച് നമ്മുടെ ലോഗോ സംബന്ധിച്ചൊക്കെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വിളിക്കാവുന്നതാണ്. നമ്മുടെ ഖണ്ഡിൻ്റെ, അതായത് ചടയമംഗലം ഖണ്ഡിൻ്റെ ചുമതലയുള്ളത് ജില്ലാ സമിതി അംഗം കൂടിയായ അനിൽജിയാണ്. അദ്ദേഹം കടയ്ക്കൽ സ്വദേശിയാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് കാര്യം ഉണ്ടെങ്കിലും ജില്ലയിൽ കാര്യകർത്താക്കളെ ആരെ വേണമെങ്കിലും വിളിക്കാവുന്നതാണ്. ഇതിന് ഈ സോഷ്യൽ മീഡിയയിൽ കൈകാര്യം ചെയ്യുന്നതിന് ഏത് തരത്തിലുള്ള സംശയങ്ങൾക്കും അവിടുന്ന് എല്ലാ സഹായങ്ങളും ചെയ്യുന്നതായിരിക്കും. നമുക്കിവിടെ ഓക്സിജൻ കോൺസെൻട്രേറ്റ് കിട്ടിയിട്ടുണ്ടോ? ചടയമംഗലത്ത് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളും കൂടെ കുറച്ചുകൂടി ഒന്ന് നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. ഈ ഓക്സിജൻ കോൺസെൻട്രേറ്റ് ഒരു ജീവൻ രക്ഷാ ഉപകരണമാണ്. നമ്മളത് ഒരിക്കലും റിസർവ് വെക്കാൻ പാടില്ല. നമുക്ക് ഇത്തരം ഒരു ഓക്സിജൻ കോൺസെൻട്രേറ്റർ എന്ന് പറയുന്ന ഒരു ഉപകരണം നമ്മുടെ കയ്യിൽ, ഇപ്പോൾ കോവിഡിന് ശേഷം ഒരുപാട് പേർക്ക്, എൻ്റെയൊക്കെ മാതൃ യൂണിറ്റുകളിൽ ഒരുപാട് പേര് ഇപ്പം ഫാമിലി വെൽഫെയർ സെൻ്ററിൽ നിന്നൊക്കെ നമ്മളെയാണ് കോൺടാക്ട് ചെയ്യുന്നത്. ഇപ്പം ശരിക്കും അവിടെ പിന്നെ ഹെൽത്ത് സെൻ്ററിൽ ഈ സാധനം ഇല്ല, ഓക്സിജൻ കോൺസെൻട്രേറ്റർ ഇല്ല. വളരെ അത്യാവശ്യമായിട്ട് ഇത് വേണ്ടി വരുന്ന ഒരു ഘട്ടത്തിൽ സേവാഭാരതിയെ വിളിച്ചിട്ട്, ഇപ്പം നമ്മുടെ യൂണിറ്റിൽ മെഷീൻ ഇല്ലാഞ്ഞിട്ട് ജില്ലാ കാര്യാലയത്തിൽ നിന്ന് മെഷീൻ എത്തിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിന് നമ്മളൊരു ഈ പറയുന്ന സോഷ്യൽ മീഡിയ കൂടെ നമ്മളൊരു പ്രചരണം കൊടുക്കണം. നമ്മുടെ യൂണിറ്റിൽ ഓക്സിജൻ കോൺസെൻട്രേറ്റർ അവൈലബിൾ ആണ്, ആവശ്യമുള്ളവർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാമെന്നുള്ളൊരു ഇത് കൊടുക്കണം. അപ്പോൾ ആ ഒരു ആവശ്യത്തിനായിട്ടാണ് നമുക്ക് ഓക്സിജൻ കോൺസെൻട്രേറ്റർ തന്നിട്ടുള്ളത്. 1 ലക്ഷം രൂപ വിലയുള്ള ഉപകരണമാണ്. അപ്പം അത് പിന്നെ 10 ലിറ്റർ പെർ അവർ കപ്പാസിറ്റി ഉള്ള മെഷീനാണ്. അപ്പോൾ അത് പരമാവധി ആളുകൾക്ക് നമ്മുടെ കൈവശം ഉണ്ടെന്ന് അറിയിക്കുകയും അവരിലേക്ക് എത്തിക്കാനുള്ളൊരു ശ്രമവും കൂടി ഉണ്ടാകണം. അത് നമ്മളൊരു പിന്നെ നിബന്ധന വെച്ച് വേണം കൊടുക്കാൻ. അനിശ്ചിത കാലത്തേക്ക് ഉപയോഗിക്കാനുള്ള ഒരു സാഹചര്യം കൊടുക്കാതെ നമ്മളൊരു 14 ദിവസം, അത് നമ്മൾ യൂണിറ്റ് നിശ്ചയിച്ച് ചെയ്താൽ മതി, ഒരു 30 ദിവസമോ അത്രയും ദിവസങ്ങളിലേക്ക് ഉപയോഗിക്കാനുള്ള ഒരു സാഹചര്യം കൊടുത്തുകൊണ്ട് ഈ ഓക്സിജൻ കോൺസെൻട്രേറ്ററിൻ്റെ പ്രവർത്തനം കൂടെ, അത് ആരോഗ്യ മേഖലയിൽ വരുന്നൊരു പ്രവർത്തനമാണ്, എല്ലാവരിലേക്കും എത്തിക്കണം. മറ്റൊന്നും തന്നെ പറയാനില്ല. നമസ്തേ. അടുത്ത ഒരു വർഷത്തേക്കുള്ള പ്രവർത്തനത്തിന് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പറയാം. ഉത്തരവാദിത്വം സേവാഭാരതി ഏൽപ്പിച്ചിരിക്കുകയാണ്. മുൻപരിചയമില്ല, മറ്റ് സംഘടനകളിൽ പ്രവർത്തിച്ചുള്ള പരിചയം മാത്രമാണ് ഉള്ളത്. അതിലുപരി ഞാൻ പത്തനംതിട്ട ജില്ലക്കാരനാണ്. 15 വർഷമായിട്ട് പോരാടം സ്കൂളിൽ അധ്യാപകനായിട്ട് പ്രവർത്തിച്ചു വരികയാണ്. അധ്യാപക സംഘടനയുമായിട്ടും അതുപോലെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുമായിട്ടൊക്കെ നാട്ടിൽ
പ്രവർത്തിച്ചൊരു പരിചയമാണുള്ളത്. സേവാഭാരതി എപ്പോഴും നോക്കിക്കണ്ടിട്ടുള്ള ഒരു പരിചയം മാത്രമേ ഉള്ളൂ. കൂടുതൽ സേവാഭാരതി ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കാറുണ്ട്. ഇതിൽ അതിൻ്റെ ചുമതലയിലേക്ക് വന്നിട്ടില്ല, വരാൻ പറ്റുന്നൊരു സാഹചര്യമായിട്ടില്ല. അതുകൊണ്ടാണ് ചെയ്യാഞ്ഞത്. ായിട്ടാണ് ഇന്നലെ അശോകൻ ചേട്ടൻ രാത്രി ഒഴിവാക്കുക. അത് ഒഴിവാക്കാൻ പറ്റാത്തതിന്റെ കാരണം പോലെ ശതാബ്ദി നിൽക്കുകയാണ്. അപ്പൊ നമ്മളൊരു ചുമതല പറയുമ്പം ഇത് മാറുന്നത് നീതികേടായതുകൊണ്ട് മാത്രം ആ ചുമതലയിലേക്ക് ഏറ്റെടുക്കുകയാണ്. പ്രധാനമായിട്ട് എന്റെ മുന്നിലുള്ള ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്, എനിക്ക് പഞ്ചായത്ത് മൊത്തത്തിൽ പരിചയമില്ല. ഏരിയയിൽ കുട്ടികളെ നമ്മുടെ പഠിപ്പിച്ച കുട്ടികളുണ്ടെന്നുള്ളതല്ലാതെ ഇതൊരു യാത്ര ചെയ്തൊരു പരിചയം പഞ്ചായത്തിലില്ല. അതൊക്കെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. ഉള്ള സമയം കൃത്യമായ സമയത്തിൽ നിന്നുകൊണ്ട് എന്ന് കരുതി മറ്റ് ഏറ്റെടുത്തിട്ടുള്ള ചുമതലകൾ ഒഴിവാകാൻ ഉദ്ദേശിക്കുന്നില്ല. ഒപ്പം തന്നെ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളെല്ലാം സഹകരണത്തോടു കൂടി കൊണ്ടുപോകാം എന്നാണ് ഇപ്പോൾ ഞാൻ ഇപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയൊരു ഉത്തരവാദിത്തമാണ് സേവാഭാരതിയുടെ മുന്നിൽ വെച്ചിരിക്കുന്ന വലിയൊരു കുറഞ്ഞ സമയങ്ങൾക്കുള്ളിൽ ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചിരിക്കുന്ന സംഘടനയാണ്. ഇതിന് സമാനമായിട്ടുള്ള മറ്റു സംഘടനകളില്ല. നമുക്ക് ഈ റെഡ് ക്രോസോ അല്ലെങ്കിൽ NSS ഒക്കെ ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിൽ തന്നെ അതിലേക്ക് ഉപരിയായിട്ട് അതൊക്കെ വളരെ ഫണ്ടിങ് ഏജൻസികളാണ്. സേവാഭാരതി സ്വന്തമായിട്ട് മനുഷ്യന്റെ എന്താ പറയുന്നത് സമയവും അങ്ങോട്ട് സമർപ്പിച്ചിട്ടുള്ള ഒരു സംഘടനയാണ്. അതുകൊണ്ട് തന്നെ അത് വളരെയേറെ മഹത്വമേറിയ ഒരു പ്രസ്ഥാനമാണ്. അതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. ഒപ്പം ഉണ്ടാകും. കഴിവുള്ള സമയം കണ്ടെത്തി മാക്സിമം ഒപ്പം നിൽക്കാം എന്നൊരു ഉറപ്പ് മാത്രമേ എനിക്ക് തരാൻ പറ്റുന്നുള്ളൂ. ഈ ഒരു ചുമതല ഏൽപ്പിച്ച സംഘത്തിന്റെ ചുമതലക്കാരി, അതുകൊണ്ട് സേവാഭാരതിയുടെ ഭാഗമായിട്ടുള്ള നന്ദിയുണ്ട്. നന്ദി, നമസ്കാരം. മറ്റു കാര്യങ്ങൾ തുറന്നുണ്ടാവും. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, സേവാഭാരതിയുടെ ജില്ലാ ചുമതലയുള്ള അതേപോലെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ നല്ലവരായ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സന്തോഷകരമായ ഒരു നിമിഷത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം സേവാഭാരതി എന്ന് പറയുന്ന ഈ സംഘടന, ആ സംഘടനയിൽ പ്രവർത്തിച്ച് നല്ല തഴക്കവും പഴക്കവും ഉള്ള ആൾക്കാരാണ് നമ്മൾ ഓരോരുത്തരും. സേവാഭാരതി എന്ന് മാത്രമല്ല, സമൂഹത്തിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവിധ സംഘടനകളിലും ചുമതലപ്പെട്ട കാര്യകർത്താക്കളാണ് ഇവിടെ എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷകരമായ ഒരു കാര്യം. സേവാഭാരതിയെക്കുറിച്ച് നമുക്ക് യാതൊന്നും തന്നെ പറയേണ്ട കാര്യമില്ല. ഇതിലെല്ലാ ആൾക്കാരും വർഷത്തിൽ ഒരു ദിവസം സേവാഭാരതിയുടെ ശിവരാത്രി ദിവസം സേവാനിധി എന്ന ഒരു കളക്ഷൻ പോലും എല്ലാ വർഷവും നടത്തി വന്നിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ ചടയമംഗലത്തെ സംബന്ധിച്ച് ഏറ്റവും നമ്മുടെ ജില്ലയിൽ പോലും അല്ലെങ്കിൽ ഏറ്റവും ഇതായിട്ട് ശാഖകൾ നടന്നിട്ടുള്ള സ്ഥലമാണ് ചടയമംഗലം. പൂങ്കോട്, കല്ലുമല, അതേപോലെ സംഘഗ്രാമം എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അതുപോലെ നടന്ന സ്ഥലമാണ് ചടയമംഗലം. പക്ഷെ അവിടെ സേവാഭാരതി എന്ന പേരിൽ ഇത്രയും നാളിനകത്ത് വെച്ച് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സംവിധാനം നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ വളരെയധികം സംശയം തന്നെയാണ്. നടന്നിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മളെല്ലാവരും സേവാഭാരതിയുടെ മുകളിൽ നിന്ന് അറിയിപ്പുകൾ വരുന്ന സമയത്ത് നിരവധി സ്ഥലങ്ങളിൽ ഇവിടെ കളക്ഷനായാലും ശരി തന്നെ എല്ലാം നടത്തി അവിടെ പോയി നമ്മൾ സേവനങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ നിരവധി വ്യക്തികൾ ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. പക്ഷേ അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു കാര്യം തന്നെ നടത്തുവാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല. അതേപോലെ സേവാഭാരതിക്ക് കേരളത്തിൽ ആദ്യമായിട്ട് വസ്തു എഴുതി കൊടുത്ത സ്ഥലം എന്താ പൂങ്കോടാണ്. മാധവൻ സാർ ഇപ്പൊ നമ്മുടെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അതുപോലും നമ്മുടെ സ്ഥലത്ത് ചടയമംഗലത്താണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ അത്രയും പ്രാധാന്യമർഹിക്കുന്ന ഒരു സ്ഥലത്ത് ഇത്രയും നാള് ഇതുപോലുള്ള സേവന പ്രവർത്തനം സേവാഭാരതിയുടെ പേരിൽ നടത്താൻ സാധിച്ചിട്ടില്ല എന്ന് ഒരു സങ്കടകരമായ ഒരു കാര്യം എനിക്കിവിടെ അറിയിക്കാനുണ്ട്. അതുപോലെ നിങ്ങൾ ഇപ്പൊ ഈ പുതിയ ഈ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് എല്ലാവരും ചേർന്നുള്ള ഒരു പ്രവർത്തനം നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഈ ചുമതലകൾ ഇവിടെ പ്രസിഡന്റ്, സെക്രട്ടറി, അതുപോലെ പല മേഖലകളിൽ പ്രവർത്തിക്കാൻ വന്നിട്ടുള്ള ആൾക്കാർ, ഇവർക്കെല്ലാം ചുമതല കൊടുത്തിട്ടുണ്ട് എങ്കിൽ പോലും ഇത് മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ ഈ ചുമതല ഏറ്റെടുക്കുന്ന വ്യക്തികളെ കൂടെ നിന്ന് എല്ലാവരും ഒത്തൊരുമയോടെ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സാധ്യമാകൂ. അങ്ങനെ കാര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഇതിവിടെ നിൽക്കേണ്ട സാഹചര്യത്തിലേക്ക് നമുക്ക് എത്തിക്കൊണ്ടിരുന്നത്. നേരത്തെ ഇവിടെ മുൻ പ്രസിഡന്റ്, സെക്രട്ടറി എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്.
പക്ഷെ ചുമതലകള് വഹിക്കുന്ന സമയത്ത് ചുമതല ഏറ്റെടുത്തിട്ട് അവരെ പോലും സഹായിക്കാൻ പറ്റാതെ അവർക്ക് മുന്നോട്ട് ഒരു തരത്തിലും ഇത് കൊണ്ടുപോകാൻ പറ്റുന്ന സാഹചര്യത്തിലേക്ക് എത്തുകയും അങ്ങനെയാണ് ഓരോന്നും ഇവിടെ നിൽക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നത്. അപ്പൊ ഈ പറഞ്ഞതുപോലെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ച് ആലോചിച്ച് പല ദിവസങ്ങളിൽ ഉറങ്ങാൻ പോലും കഴിയാത്ത രീതിയിലാണ് നമ്മളിവിടെ ഓരോ കാര്യങ്ങൾ ചിന്തിച്ചിട്ടുള്ളത്. കാരണം ഇത് ഈ സേവാഭാരതിയുടെ ഇപ്പോഴത്തെ ഒരു പ്രവർത്തനം തുടങ്ങാൻ വേണ്ടിയിട്ട് ആലോചിക്കുന്നത് തന്നെ നമ്മുടെ ട്രസ്റ്റ് ജഡായിപ്പാറ ട്രസ്റ്റ് സെക്രട്ടറി ആയിട്ടുള്ള രാജശേഖരൻ ചേട്ടൻ, അദ്ദേഹത്തിന്റെ പിതാവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കോട്ടയത്ത് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കോട്ടയത്ത് പോയ സമയത്ത് അവിടെ കാണാൻ സാധിച്ചത് സേവാഭാരതി എന്ന പേരിൽ നിരവധി സംഭവങ്ങൾ അവിടെ കാണാൻ സാധിച്ചു. അതായത് മൊബൈൽ മോർച്ചറി ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും അവിടെ കാണാൻ വേണ്ടി സാധിച്ചു. അപ്പൊ അവിടെ ഇരുന്നിട്ട് ഞാൻ സംഘത്തിന്റെ ചുമതലപ്പെട്ട ആൾക്കാരുണ്ടായിരുന്നു, അവരോട് ഞാൻ ചോദിക്കുകയുണ്ടായി, നമ്മുടെ പ്രദേശത്ത് എന്തുകൊണ്ട് സേവാഭാരതി ഇങ്ങനെ പേരുണ്ട്, കാര്യങ്ങൾ നടന്നു വരുന്നുണ്ട്, പക്ഷെ എന്തുകൊണ്ട് നമുക്കത് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നതിനെ കുറിച്ച് ചോദിച്ചു. ആ സമയത്ത് അവർ പറഞ്ഞതെന്ന് പറഞ്ഞാല് ജയലാലിന് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യൂ, അതിനകത്ത് ഒരു തടസ്സവുമില്ല എന്നാണ് അതിന്റെ മറുപടി എനിക്ക് കിട്ടിയത്. അപ്പൊ ഞാൻ വന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ സിസ്റ്റമായിട്ടുള്ള കാര്യങ്ങൾ നടത്തണം എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ആദ്യമായിട്ട് ചെയ്യുന്നത് പറഞ്ഞാല് നമ്മൾ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക. സേവാഭാരതി ചടയമംഗലം എന്ന രീതിയിൽ നമ്മൾ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുകയുണ്ടായി. അതില് ഇപ്പൊ 125 അംഗങ്ങൾ അതിൽ അംഗങ്ങളായിട്ടുണ്ട്. ഇതിലെല്ലാ ആൾക്കാരും അതിൽ അംഗങ്ങളാണ്. അതിനുശേഷമാണ് ഈ ഓരോ വ്യക്തികളെയും ഇതിലിപ്പോ ഈ ഇരിക്കുന്ന എല്ലാ വ്യക്തികളെയും ഞാൻ നേരിട്ട് വിളിച്ച ആൾക്കാരാണ്, നേരിട്ട് കാണുകയും ഫോണിൽ ബന്ധപ്പെടുകയും ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അങ്ങനെ ഈ ഗ്രൂപ്പ് നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നിരന്തരം നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രവർത്തനം നമ്മുടെ ചടയമംഗലത്ത് ചെയ്യണം. നമ്മുടെ സ്വന്തമായിട്ട് ഇപ്പൊ തന്നെ ഇവിടെ ഈ യോഗം നടപടി അല്ലെങ്കിൽ യോഗം കൂടാൻ വേണ്ടിയിട്ട് ഈ സ്ഥലം ചോദിച്ച സമയത്ത് പോലും എനിക്ക് മാനസികമായിട്ട് വിഷമമുണ്ടായ പല സംഭവങ്ങളും ഉണ്ടായി. അതുകൊണ്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ എല്ലാവരുടെയും ഒരുമയോടെ ഒരു പ്രവർത്തനത്തിൽ കൂടി അടുത്ത പ്രാവശ്യം നമ്മൾ ഒരുമിച്ച് ഇരിക്കുന്ന സമയത്ത് സേവാഭാരതിയുടെ പേരിലുള്ള നമ്മുടെ അവിടുത്തെ സ്ഥലമായാലും അല്ലെങ്കിൽ പോലും നമ്മുടെ സ്വന്തം പേരില് ഒരു സ്ഥാപനത്തിൽ നമുക്ക് ഇരുന്നു കൊണ്ട് ഈ കാര്യങ്ങൾ ചിന്തിക്കാനുള്ള അവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരണം. അതിനു വേണ്ടിയിട്ട് എല്ലാവരുടെയും പ്രവർത്തനം, ഇപ്പൊ ഈ പറഞ്ഞതുപോലെ എന്ത് 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 സാധന സാമഗ്രികൾ നമുക്ക് എവിടേക്ക് എത്തിക്കാൻ പറ്റും, സേവാഭാരതിയുടെ ചുമതലപ്പെട്ട ആൾക്കാരെ അത് നമുക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്തെല്ലാം നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും അതെല്ലാം ഇവിടെ കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് ഈ സേവാഭാരതിയുടെ പേരിൽ സമൂഹത്തിൽ ഇറങ്ങി ചെയ്തുകൊണ്ട് ഈ രാഷ്ട്ര വൈഭവം സാധ്യമാക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം. അതിന് എല്ലാവരുടെയും ഒത്തൊരുമയുള്ള പ്രവർത്തനം. നമുക്ക് ചടമംഗലയെ സംബന്ധിച്ച് അത് ദുഷ്കരമാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ നമ്മുടെ ഒരുമിച്ചുള്ള പ്രവർത്തനം ഇനിയും കൊണ്ട് മുന്നോട്ട് നമുക്കത് സാധ്യമാകും എന്നുള്ളതിന്റെ തെളിവാണ് നമ്മളിവിടെ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് മുതൽ അല്ലെങ്കിൽ നാളെ മുതൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നമ്മളെല്ലാവരും ആക്റ്റീവായിട്ട് ചർച്ചകൾ നടക്കണം. നമുക്ക് എന്താണ് മുന്നോട്ട് പോകേണ്ടത് എന്നതിനെ കുറിച്ച് ചിന്തിക്കണം. നമ്മളിപ്പോൾ ചുമതലപ്പെടുത്തിയിട്ടുള്ള വ്യക്തികളെ ആ വ്യക്തികൾ മാത്രമായിരിക്കില്ല, നമുക്ക് എല്ലാവർക്കും അതിൽ പങ്കാളികളാണ്, നമ്മളെല്ലാവരും അതിൽ പങ്കാളികളാണ് എന്ന ആത്മവിശ്വാസത്തിൽ കൂടിയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കണം. അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. യോഗത്തിന്റെ അധ്യക്ഷനും സേവാഭാരതിയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുത്ത സുരക്ഷാ സംഘത്തിന്റെ മാന്യ ആരോഗ്യ കാര്യമാണ് ജില്ലാ ഭാരമായി പ്രിയപ്പെട്ട സംഘകുടുംബത്തിൽപ്പെട്ട തലമുതിർന്ന ദീർഘകാലമായി ദേശീയ പ്രസ്ഥാനങ്ങളിലുള്ള പല ചുമതലകളും വഹിച്ച ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ പ്രവർത്തകരെ അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണ്. സേവാഭാരതി എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്താണ് സേവാഭാരതി എന്ന് അറിയാത്ത ഒരു സമയത്ത്, പക്ഷേ നേരത്തെ ജയലാല് സൂചിപ്പിച്ചതുപോലെ 1986 CP മോഹൻ എന്ന് പറഞ്ഞ ആള് വിഭാപ്രചാരമായിരിക്കുമ്പോൾ ഉത്തരഖണ്ഡം മൈതാനിയില് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ സർസംഘചാരകായ ദേവർസ്ജിയെ കൊണ്ടുവന്നൊരു വലിയ പരിപാടി നടത്താൻ തീരുമാനിക്കുകയും അങ്ങനെ ആ വലിയ ഗ്രൗണ്ട് പൂർണ്ണമായി കാടുകളും കുപ്പികളും അടുക്കുകളും എല്ലാം മാറ്റിക്കൊണ്ട് 2 മാസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രവർത്തനം സ്വയംസേവകര് ചെയ്യണം
എന്നൊരു തീരുമാനം വിഭാഗത്തിൽ നിന്ന് വരികയും ഇപ്പൊ ചടയമംഗലം പോലെ നേരത്തെ ജയലാൽ പറഞ്ഞ പോലെ കൊല്ലം ജില്ലയെ റവന്യൂ ജില്ലയിൽ പൂർണ്ണ സംഘസ്ഥാൻ ആയി നിൽക്കുന്ന ഒരു പ്രദേശമാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെ സംബന്ധിച്ചിടത്തോളം ചടയമംഗലം. കാര്യകർത്താവായ നമ്മളെ ശശിയേട്ടനെ അറിയിക്കുകയും ശശിയേട്ടൻ ഓരോ ശാഖകളിൽ നിന്നും സ്വയം സേവകർ അവിടെ എത്തണമെന്ന് പറയുകയും വളരെ കുട്ടികളായിരിക്കുന്ന സമയത്ത് തിരുവനന്തപുരം സിറ്റിയിൽ ആദ്യമായി ചെന്നിറങ്ങുന്ന അവിടെ സേവാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ചെല്ലുമ്പോൾ ഈ ജോലികൾ ചെയ്യുമ്പോൾ അവിടെ ഒരു എഴുതിയ ഇവര് അല്ലെങ്കിൽ ഒരു തുണിയിൽ എഴുതിയ ഒരു സംഘടന സേവാഭാരതി അവിടെ വലിച്ചു കെട്ടിയത്. സേവാഭാരതി എന്തെന്ന് അറിയത്തില്ല. അത് അന്നാണ് കാണുന്നത് സേവാഭാരതി എന്ന് എഴുതി വെച്ചത്. അതിന്റെ സിമ്പലോ ഭാരതാംബയോ വരച്ചതിന്റെ അടിയിൽ വെച്ചേക്കുന്നു. ഭാരതാംബയുടെ പുറത്തിരുന്നു. പ്രവർത്തകരുടെ പറയുന്നത് തുടർന്ന് ഒരു 86 ആ ഒരു പരിപാടിക്ക് ശേഷം ദേവസ്വയുടെ പരിപാടിക്ക് ശേഷം ഒരാളെയാണ് സേവാഭാരതി എന്ന് കേൾക്കുന്നത്. ഈ സേവാഭാരതിയുടെ പ്രവർത്തനവും ഇല്ല സ്വയംസേവരുടെ ഇടയിൽ. ഡോക്ടർ മൂർത്തി എന്ന് പറഞ്ഞ ഒരാള് കേരളത്തിൽ സേവാഭാരതിയുടെ ഒരു പ്രമുഖായിട്ടുണ്ട്. മൂർത്തി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ത്വക്ക് രോഗ ഹെഡ് ആയിരിക്കുന്ന മൂർത്തിച്ചേട്ടൻ, നമ്മളൊക്കെ മൂർത്തിച്ചേട്ടൻ എന്ന് വിളിക്കുന്ന ഡോക്ടർ മൂർത്തിയാണ് സേവാഭാരതി എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം മേഖലയിലെ തെക്കൻ കേരളത്തിലെ ഒരു സേവാഭാരതിയുടെ കാര്യകർത്താവായി നമ്മൾ കാണുന്നത്. സേവാഭാരതി എന്ന് പറഞ്ഞാൽ താരീസരങ്ങളിലൊന്നുമില്ല. സ്വയം സേവകരായിട്ടുള്ളവർ എല്ലാവരും സേവന പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ സേവാഭാരതിയുടെ ബാനറിൽ ചെയ്യുന്നു. സത്യത്തില് തുടർന്ന് ആ ഉള്ളൂർ ഒരു കാര്യാലയവും ആ കാര്യാലയത്തിൽ ചെന്ന് പ്രവർത്തകർ കിടക്കുന്നു. മെഡിക്കൽ കോളേജുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുമ്പോൾ ആവശ്യമായിട്ട് ചെന്ന് കിടക്കുമ്പോൾ ഈ ഡോക്ടറെ കേന്ദ്രീകരിച്ചാണ് പ്രത്യേകിച്ച് ഈ കൊട്ടാരക്കര താലൂക്കിലെ സംഘദൃഷ്ടിയിൽ കൊട്ടാരക്കര താലൂക്കിലെ സ്വയം സേവകർ വിളിച്ചു പറയുകയും കത്ത് മേടിച്ച് മെഡിക്കൽ കോളേജിലാണെന്ന് ഏറ്റവും കൂടുതൽ സേവനം ചെയ്യേണ്ട ഒരു മാർഗം ഒന്നാണ് കാണുന്നത്. ഹോസ്പിറ്റലിൽ പോവുക, രോഗികളെ കൊണ്ടെത്തിക്കുക, അവിടെ ബ്ലഡ് കൊടുക്കുക, ഈ സേവനം. ആ സേവാഭാരതി ഇന്ന് പക്ഷെ രാജനൈതിക രംഗത്ത് നിൽക്കുന്ന ഈ 100-ാം വയസ്സിൽ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന ഈ പ്രസ്ഥാനത്തിന് ഒരു പ്രസ്ഥാനമായി പ്രധാന ഒരു സംഘടനയെ നാഷണൽ ലെവലിൽ ഈ അടുത്ത സമയത്ത് രൂപീകരിച്ചുകൊണ്ട് കേരളത്തിലെ സേവാഭാരതി നാഷണൽ ലെവലിലേക്ക് സേവാഭാരതി എന്ന് പേരിട്ട് സംഘ കുടുംബത്തിലേക്ക് ഒരു പ്രസ്ഥാനം വളർന്ന് ഇന്ന് രാജനൈതിക രംഗത്ത് നിൽക്കുന്ന സ്വയം സേവകൻ നിയന്ത്രിക്കുന്ന രാജ്യത്തെ രാജനൈതിക രംഗത്ത് നിന്നുകൊണ്ട് നിയന്ത്രിക്കുന്ന സ്വയം സേവകനായ കാര്യകർത്താവ് ഈ 100-ാം വർഷത്തിലേക്ക് വന്നപ്പോൾ അദ്ദേഹം ഏറ്റവും ന്യൂയോർക്ക് ടൈംസിനോടും BBC-യോടും പറഞ്ഞത്, നിങ്ങൾ ഇതിനെ കുറിച്ച് മനസ്സിലാക്കണം. ഈ രാജ്യത്തെ ലക്ഷക്കണക്കിന് ഗ്രാമങ്ങളിൽ ഒന്നും പ്രതീക്ഷിക്കാതെ സേവാഭാരതിയുടെ കഠിനമായ ശ്രമം സേവനം ചെയ്യുന്നത് കൊണ്ടാണ് ഈ സംഘടന നിങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. എന്നാലേ രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തെ മനസ്സിലാക്കാൻ പറ്റൂ. അതാണ് സേവനം എന്ന് പറഞ്ഞാൽ ആരെയും നിർബന്ധത്താൽ വഴങ്ങിയല്ല പ്രവർത്തകർ സേവനം ചെയ്യുന്നത്. ഹൃദയത്തിൽ തട്ടി അവശതയുള്ള ആൾക്കാരെ സഹായിക്കാൻ അവരുടെ കണ്ണുനീര് വീഴുമ്പോൾ ഓടി ചെല്ലുന്നവനെ ആർക്കും തൂറ്റുമാറ്റാൻ പറ്റില്ല. അതാണ് ഒരുപക്ഷെ ഒന്നുമില്ലാതെ ഒരു പിടിയുമില്ലാതെ സമൂഹത്തിലേക്ക് ഇറങ്ങി ഈ സംഘടന ഇന്ന് കാണുന്ന രീതിയിൽ മഹത്തരമായി നിൽക്കുന്നത് സേവാഭാരതി സേവനം ചെയ്തുകൊണ്ട്. സേവാഭാരതി എന്ന ബാനറിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘം സമൂഹത്തിലെ മനുഷ്യനെ മതം നോക്കിയോ രാഷ്ട്രീയം നോക്കിയോ സമ്പത്ത് നോക്കിയോ ഒന്നും സേവനം ചെയ്യാതെ സഹായിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരുപക്ഷെ ആ കാലഘട്ടത്തിൽ ഒരുപക്ഷെ ഇത് ചില മുതിർന്നവരിപ്പുണ്ട്. അമ്മയുടെ കഴുത്തറക്കുന്നവൻ അറസ്റ്റുകാരൻ, അച്ഛന്റെ തലയറക്കുന്നവൻ അറസ്റ്റുകാരൻ, ഇവനെ ഈ ഗ്രാമത്തിൽ കാലെടുത്ത് കുത്തരുത്, ഇവനെ വീട്ടിൽ കയറ്റരുത്, ഒരു വീട്ടിലും RSSന്റെ സന്ദേശമായിട്ട് വരരുത്. നക്സലൈറ്റുകളെക്കാളും നമ്മളെ കുറിച്ച് ഇവിടുത്തെ ഒരുപക്ഷെ വൈദേശികമായ ബുദ്ധിജീവികൾ അവരുടെ പ്രചരണത്തിലൂടെ നമ്മളെ കയറാതിരിക്കുമ്പോൾ നമ്മൾ ഓല കെട്ടിക്കൊടുത്തും ഒരുപക്ഷെ എഴി അടിച്ചു കൊടുത്തും അവരുടെ ഒരു വളരെ അവശത ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന കുടുംബങ്ങളിലേക്ക് RSS സന്ദേശം ഈ സേവനത്തിലൂടെ നമുക്ക് കയറിപ്പറ്റാൻ സാധിച്ചത്. ഒരു മഹത്തരമായ അനുഭവമാണ്. രാഷ്ട്രീയ സ്വയംസേവക കാര്യകർത്താക്കൾ ഇപ്പം പറഞ്ഞു, ഇനി നമ്മള് ഇതുപോലുള്ള ഒട്ടങ്ങൾ ഒരുപക്ഷെ സംഘടനയുടെ വീഴ്ചകൾ എന്നുള്ളതിൽ ഇത് തന്നെ നിത്യമാണ്. ഒന്നും പ്രതീക്ഷിക്കും ഈ പ്രസ്ഥാനത്തെ കഴിഞ്ഞ 50 വർഷം 40 വർഷം 25 വർഷത്തിലേക്ക് താലോലിക്കുന്ന മുഖമാണ് നിറസാന്നിധ്യം. ഇത് ഒരു പ്രസ്ഥാനത്തിനും ഈ ദേശീയ പ്രസ്ഥാനത്തിന് കിട്ടുന്ന ഒരു മുഖം ചടങ്ങത്ത് കിട്ടാൻ ഒക്കൂല. ഈ സംഘടന ഒരിക്കലും ചെറുതാക്കാൻ ഒക്കൂല. അതാണ് ഇന്ന് നിറസാന്നിധ്യമായി എല്ലാ പ്രദേശങ്ങളിൽ നിന്നും ഒരു ഫോൺ കോള് ഒരു സന്ദേശം മാത്രം എത്തിയപ്പോൾ സേവാഭാരതി പുനഃസംഘടിപ്പിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഓടിയെത്തി മുതിർന്ന കാര്യകർത്താക്കൾ ഉൾപ്പെടെ ഉണ്ടായിരുന്ന ആൾക്കാർ ഉൾപ്പെടെ ഇവിടെ വരികയും തുടർന്ന് നമ്മൾ വരുന്ന ഈ ഒരു വർഷം
സംഘ കുടുംബത്തിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ വരുമ്പോൾ അക്ഷരം പ്രതി സേവനം ചെയ്യാൻ തയ്യാറായി വരണമെന്നും ഒരു പുതിയ മാറ്റത്തിന് വേണ്ടി സമൂഹത്തെ എല്ലാവരെയും കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഗ്രാമപഞ്ചായത്തിലെ മാതൃകയുള്ള ഒരു പ്രവർത്തനം നടത്താൻ ജഗദീശ്വരന്റെയും ഭാരതാംബയുടെയൊക്കെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ കാലഘട്ടത്തിലേക്ക് നമ്മളെ ഒരുപറ്റം കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഉള്ളവർ ഇവിടെ വന്നിരിപ്പുണ്ട്. പുതിയ തലമുറയിൽപ്പെട്ടവർ സംഘ ചുമലയും കാര്യ കുടുംബത്തിൽ സംഘ കുടുംബത്തിൽപ്പെട്ട ചുമലയായിട്ട് നിൽക്കുന്നവർ നിങ്ങൾ നയിക്കുന്നതിനൊപ്പം ഈ പ്രസ്ഥാനത്തിനും വലിയ ഭാവം വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നേരത്തെ ജയലാൽ പറഞ്ഞ പോലെ ഒരു ആംബുലൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തിട്ടാൽ ഒരു ആംബുലൻസ് വന്നാൽ നമുക്കറിയാലോ ഒരു മരണത്തിന് ഒരു ആവശ്യമായിട്ടൊക്കെ ചെല്ലുമ്പോൾ സേവാഭാരതിയുടെ ഒരു ആംബുലൻസ് കടന്നു കയറി ചെല്ലുമ്പോൾ പ്രവർത്തകരുടെ മനസ്സിലുണ്ടാവുന്ന ഒരു കുളിർമ, ഒരു സന്തോഷം, നമ്മളെ ഒരു സിമ്പല് നമ്മളെല്ലാ കയ്യിൽ ഒട്ടിച്ചുകൊണ്ട് നടക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും പാവങ്ങളെ സഹായിക്കാനും ഗ്രാമങ്ങളിലും ഈ ചെറിയ ചെറിയ പാവങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് സന്ദേശം എത്തിക്കാനും ഈ ഒരു വർഷം കൊണ്ട് നമുക്ക് സാധിക്കണം. ഒരു അടിത്തറ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കൊല്ലം ജില്ലയിലെ ഏറ്റവും വലിയ ഒരു പ്രദേശമായ ചടങ്ങകത്ത് സേവാഭാരതിയുടെ പ്രവർത്തനം ആ കാലഘട്ടത്തിൽ 80, 85, 87 കാലഘട്ടത്തില് കൊല്ലത്ത് പറയുന്നത് ചടയങ്ങത്താണ് സംഘത്തിന് സ്വാധീനമുള്ള സ്ഥലം എന്നാണ് പറയുന്നത്. 90-ലോ 95-ലോ കാലഘട്ടമൊന്നും അല്ല പറയുന്നത്. ഏറ്റവും കൂടുതൽ സംഘകുടുംബത്തിന് സ്വാധീനമുള്ള പ്രദേശം ചടയങ്ങൽ പഞ്ചായത്ത് എന്നുള്ളതാണ്. അത് ഈ 100 വർഷത്തില് തെളിയിക്കാനും നമ്മളെ വരുന്ന പ്രോഗ്രാം സംഘവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രോഗ്രാമിനും മാതൃകയോടെ സേവാഭാരതി അതിന്റെ ഒരു പ്രധാന കുടുംബത്തിൽപ്പെട്ട സംഘടനയെ മുന്നിൽ നിന്ന് ഈ 1 വർഷത്തെ സേവനം നടത്താനും ജഗദീശന്റെ അനുഗ്രഹവും നമ്മുടെ ടീമിന്റെ ഈ 13 പേരുള്ള ടീമല്ല, ഇത് ഇരിക്കുന്നവരെല്ലാം ടീം അംഗങ്ങളാണ്. ആ മാലയുടെ ഓരോ മുത്ത് മണി പോലെ അതാത് പ്രദേശങ്ങളിൽ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളും മഹത്തരമാണ്. ഞങ്ങള് കുരിയോട് ഭാഗത്ത് ഞങ്ങളെ പല ഘട്ടങ്ങളിലും എറിഞ്ഞ് വായിച്ച് കളാൻ ശ്രമിച്ചപ്പോ കഴിഞ്ഞ ഗ്രാമപഞ്ചായത്ത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് 2.5 മാസത്തെ കോവിഡിന് ചെയ്ത സഹായങ്ങൾ മാത്രം കൊണ്ടാണ് വലിയ പൊതുരംഗത്ത് നിറഞ്ഞു നിന്ന ആൾക്കാരുടെ സ്വാധീനം കുറയ്ക്കാൻ നമുക്ക് അവിടെ പറ്റിയത്. ഇതെന്ന് പറഞ്ഞാൽ പോലീസിനെ ഉപയോഗിച്ച് പോലും സേവാഭാരതി ചെയ്യുന്ന സേവന പ്രവർത്തനങ്ങളെ തടയാൻ വേണ്ടി റോഡിൽ ഇറങ്ങരുത്, കൂട്ടത്തോടി ഇന്ന വിഭാഗത്തിൽപ്പെട്ടവർ ഇറങ്ങിയിരിക്കുന്നു പറഞ്ഞപ്പോ ഈ ദേശീയ പ്രസ്ഥാനത്തിനെ സേവാഭാരതിയുടെ അടിസ്ഥാനത്തിൽ ചെന്ന് നേരത്തെ പറഞ്ഞ മതം നോക്കിയോ സമ്പത്ത് നോക്കിയോ ഒന്നുമല്ല കയ്യിലെടുത്ത് സേവിക്കാൻ ചെയ്തപ്പോൾ അവിടുത്തെ പൊതുസമൂഹം സത്യത്തില് രാഷ്ട്രീയമൊക്കെ മറന്ന് ഈ സേവ ചെയ്ത പ്രവർത്തകര് ചെന്ന് 6 മാസം 1 വർഷം കഴിഞ്ഞ് ചെന്ന് സഹായിക്കണം എന്ന് പറഞ്ഞപ്പോ കൂട്ടത്തോടി ഒന്ന് സഹായിച്ചാണ് ഈ ദേശീയ പ്രസ്ഥാനത്തിന് ഒരു അംഗീകാരം കിട്ടിയത്. ആ 2.5 വർഷത്തെ കോവിഡുമായി ബന്ധപ്പെട്ട് പ്രവർത്തകർ ഒന്നിച്ച് നിന്ന് എത്തിക്കാനുള്ള കാര്യങ്ങൾ ഒട്ടനവധി മാതൃകയോട് ചെയ്യാൻ സാധിക്കും. ഇനിയും നമുക്ക് എല്ലാവർക്കും എല്ലാ ഗ്രാമങ്ങളിലും ചെയ്യാൻ ഏകദേശം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ നിർത്തുന്നു. ജയ് ഭാരത് മാതാ. സേവാഭാരതിയിൽ ഇതുവരെയുള്ള ഡോക്യുമെന്റ്സ് കാര്യങ്ങളെല്ലാം പുതിയ പ്രസിഡന്റിന് കൈമാറുക. അതെ അവിടെ അല്ല വാർത്തയിൽ ഭാരവാഹികളെ കാണിക്കണം. ഈ യോഗത്തിന് നന്ദി പറയുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ക്രിയേറ്റ് ചെയ്ത ആ വാട്സപ്പ് ഗ്രൂപ്പ് നമ്മുടെ ഫോണിൽ നിരവധി വാട്സപ്പ് ഗ്രൂപ്പുകൾ നമുക്കിപ്പോൾ നിലവിലുണ്ട്. പക്ഷെ അതുപോലെ അത് കാണാൻ പാടില്ല. അതിൽ കയറിയിട്ട് യാതൊരു തരത്തിലും ആർക്കും തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള സംഭാഷണങ്ങളോ പോസ്റ്റുകളോ യാതൊന്നും തന്നെ പാടുള്ളതല്ല.
അതുപോലെ ചർച്ചകൾ വരുന്ന സമയത്ത് നമുക്ക് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് വരുന്ന കാര്യങ്ങൾ നമ്മൾ അതിൽ നിന്ന് എടുക്കുന്നുണ്ടാവും. പക്ഷെ ഒരു കാരണവശാലും ആ ഗ്രൂപ്പിൽ കയറി ആ ഒരു വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കുകയോ ഒന്നും ചെയ്യാൻ പാടുള്ളതല്ല. അങ്ങനെയുള്ളവര് നമ്മൾ വാൺ ചെയ്താൽ അല്ലെങ്കിൽ അത് റിമൂവ് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് അത്രയും പവിത്രമായിട്ടുള്ള സേവാഭാരതിയുടെ ഗ്രൂപ്പാണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണ ഉണ്ടാവണം. മറ്റുള്ള രാവിലെ എണീക്കുമ്പോൾ നമ്മൾ കുത്തി ഒരുമിച്ച് എല്ലാ പോസ്റ്റും വിടുന്നത് പോലെ നമ്മുടെ പോസ്റ്റിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഒരു തരത്തിലുള്ള ഇതിലും വരാൻ പാടില്ല. അത് നമ്മുടെ മുതിർന്ന കാര്യകർത്താക്കൾ വരുന്ന അവർ തരുന്ന മാർഗനിർദ്ദേശങ്ങൾ താഴേക്ക് നമുക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അത് വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ ആ ഗ്രൂപ്പ് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നമ്മളെ ഗ്രൂപ്പിലേക്ക് നമ്മൾ ചെയ്യുന്ന നമ്മൾ മാത്രമല്ല ഇനി ആഡ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ സേവനം ചെയ്യുന്ന വ്യക്തികള്, ആ സേവനം സ്വീകരിക്കുന്ന വ്യക്തികള്, ഇവരെല്ലാം തന്നെ നമ്മൾ ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നുണ്ടാവും. കാരണം നമുക്കിത് വരാൻ പോകുന്ന അടുത്ത വർഷത്തേക്ക് വരാൻ പോകുന്ന നമ്മുടെ വാർഷിക പരിപാടിയിൽ ഈ പറയുന്ന നമ്മളെ സേവാഭാരതിയിൽ കൂടി ആരൊക്കെയാണോ ഈ സേവനം ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ആ സേവനം അവരെ സ്വീകരിച്ചിട്ടുള്ളത്, ഈ വ്യക്തികളെ മുഴുവൻ നമുക്ക് നമ്മുടെ മുന്നിൽ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഈ ആശ്രമ വൈഭവം സാധ്യമാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ മാത്രമല്ല ഈ ഗ്രൂപ്പിലുള്ളതാണ് നമുക്ക് എന്ത് പറയാം എന്നുള്ളതല്ല. നമ്മൾ നാളെ മുതൽ ചിലപ്പോൾ എന്ത് സേവന പ്രവർത്തനം ചെയ്യുന്നു അവരുടെ കാര്യങ്ങൾ രജിസ്റ്റർ വരുന്നുണ്ടാവും. ആ രജിസ്റ്റർ രേഖപ്പെടുത്തും. അതുപോലെ നമ്മുടെ ഗ്രൂപ്പിലും അവരെ ആഡ് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് എല്ലാവരും പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് പറയുന്ന സമയത്തും ആ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. ശ്രീ വിഷനിലേക്ക് സ്വാഗതം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക.